ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിന് ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു ഇൻട്രോ പ്രൊമോ നമുക്ക് കേട്ടാലോ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഈ ഒരു കാര്യം, അതായത് അലീനയുടെ വായിൽ നിന്നും ശരണ്യ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതോടുകൂടി ബാലചന്ദ്രൻ ആകെ ടെൻഷനാവുകയാണ്. കാരണം തൻ്റെ മകനെ രക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ്. അപ്പം ഇത് എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണം, ഒരു പത്രസമ്മേളനം കൂടണം എന്ന് വെച്ചാൽ എങ്ങനെയാണെങ്കിലും ഈ ഒരു മാറ്റർ പബ്ലിക്കിൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് പോലീസുകാരും വക്കീലും ഉൾപ്പെടെ ശരണ്യയുടെ വീട്ടുകാരും നിർബന്ധിപ്പിച്ചാണ് രോഹിത്തിൻ്റെ പേര് ഇതിൽ കൂട്ടിച്ചേർത്തത് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക. കാരണം ഇത്രയും നല്ലൊരു അവസരം കിട്ടിയല്ലേ. പക്ഷേ അലീനയൊക്കെ അതിൻ്റെ മറുവശം കൂടെ ചിന്തിച്ചിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഈ സമയത്ത് നമ്മൾ എടുത്തു ചാടി നമ്മളിപ്പോൾ ചെന്ന് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കോടതിയിൽ ജഡ്ജിയുടെ മുമ്പിൽ ശരണ്യ മൊഴി കൊടുക്കുന്ന സമയത്ത് ശരണ്യ പറയണേ, ഞാൻ അങ്ങനെ ഒരു കാര്യം അലീനയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യണത് ഇതായിപ്പോകും. കാരണം അലീന പറയണതിലാണോ സത്യാവസ്ഥ? പീഡനത്തിന് ഇരയായ കുട്ടി പറയുന്നതാണല്ലോ കോടതി വകവയ്ക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അലീന പറയണത് ഇത് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നമ്മളിത് വളരെ ബുദ്ധിപൂർവ്വം നമുക്ക് കിട്ടിയ ഒരു തുറുപ്പാണ്, നമുക്ക് കയറിപ്പോകാൻ പറ്റിയ ചെറിയൊരു പടിവാതിലാണ്. അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അച്ഛൻ നമുക്ക് ഈ ഒരു ചാൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ രോഹിത്തിനെ തിരിച്ച് കിട്ടാൻ ചാൻസ് പോലും പോകും. അവൻ ഇരുമ്പഴിക്കുള്ളിൽ തന്നെ കഴിയേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ആലോചിച്ച് ചെയ്യാം. അങ്ങനെ ബാലചന്ദ്രൻ നമ്മുടെ ഗോവർദ്ധനെ പിറ്റേന്ന് രാവിലെ എന്നെ വിളിച്ചു വരുത്തിയല്ലോ, അതാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകണ്ട. അതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ ഗോവർദ്ധനൻ രാവിലെ തന്നെ വരികയാണ്. അപ്പോൾ രാവിലെ എത്തിക്കഴിഞ്ഞു തന്നെ ഗോവർദ്ധനോട് നമ്മുടെ ബാലചന്ദ്രൻ പറയുകയാണ്, ഇന്നതുപോലെ അലീനയുടെ അടുത്ത് ആ ശരണ്യ എന്ന് പറയുന്ന കുട്ടി ഇങ്ങനെ അമ്പലത്തിലെന്തോ ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു അലീന. അപ്പോൾ ആ അവസരത്തിൽ അവൾ ഇതിനെക്കുറിച്ച്, അതായത് അന്ന് നടന്ന ആ ഒരു സിറ്റുവേഷൻ, അതായത് പീഡനത്തിൻ്റെ ആ ഒരു ഇത് പറഞ്ഞപ്പോൾ രോഹിത്ത് അവളെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല. അതിനു പകരം ബാക്കി 3 പേരും കൂടെ ചേർന്ന് അവനെ അവിടെ നിന്ന് പോകാതെ, അത് വെച്ച് രോഹിത്ത് അവിടെ നിന്ന് ഇറങ്ങി പുറത്തു പോകാൻ നോക്കി, ഓടി രക്ഷപ്പെടാൻ നോക്കി. കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് പേടിയായിപ്പോയെന്നും അങ്ങനെ രക്ഷപ്പെടാൻ പോയ അവനെ അടിച്ച് ബാത്റൂമിനകത്തിട്ട് അവർ പൂട്ടിയിട്ടു എന്നുള്ളതൊക്കെയാണ് ആ കുട്ടി പറഞ്ഞത്. തന്നെ ഒന്നും തന്നെ ചെയ്തില്ല, ബാക്കി 3 പേരും ചേർന്നാണ് തന്നെ പീഡിപ്പിച്ചതെന്നുള്ളത് ആ കുട്ടി പറയുകയാണ്. അത് കേട്ടിട്ട് ഗോവർദ്ധനും ആകെ എന്താ കളിക്കണം, എന്താ ബാലേട്ട ഈ പറയണത്? അപ്പം നമ്മുടെ രോഹിത്ത് നിരപരാധിയാണോ എന്നുള്ളതാണ് ബാലചന്ദ്രൻ നമ്മുടെ ഗോവർദ്ധനൻ ചോദിച്ചത്. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു അതെ. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? അപ്പം നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അലീന എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല, നമ്മളിപ്പോൾ ഒന്നും എടുത്തു ചാടി ചെയ്യണ്ട എന്നുള്ളതാണ് അവൾ പറയണത്. അപ്പോൾ ബാലേട്ടൻ എന്താ തീരുമാനിച്ചതെന്ന് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്. വരട്ടെ, എന്തായാലും നമുക്ക് ഇതിൽ ചുമ്മാ ഇത് കേട്ടിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്തായാലും എത്ര റിസ്ക് എടുത്തിരുന്നാലും എൻ്റെ മകനെ രക്ഷിക്കണം. അവൻ ഒരു തെറ്റും ഇല്ലെങ്കിൽ അവനെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും ഗോവർദ്ധന എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ അലീന മേളിലോട്ട് കയറി വന്നിട്ട് ഗോവർദ്ധനും അലീനയും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അലീന കാര്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് ഗോവർദ്ധനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ എടുപിടിയുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ എടുപിടിയുന്ന രോഹിത്ത് തെറ്റുകാരനല്ല എന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇപ്പോൾ തെളിയിക്കാൻ നോക്കിയെന്ന് വെച്ചോ അങ്ങളെ. പക്ഷേ കോടതിയിലെത്തുമ്പോൾ നമ്മുടെ ശരണ്യ മൊഴി മാറ്റി പറഞ്ഞാലോ, ഇല്ല 4 പേരും തന്നെ പീഡിപ്പിച്ചു എന്ന്. കാരണം ശരണ്യയ്ക്ക് വീട്ടിൽ നിന്നും അതുപോലെ ഈ വനിതാ സംഘടനത്തിൽ നിന്നും അങ്ങനെയൊക്കെ പല പൊളിറ്റീഷ്യൻകാർ, പിന്നെ പോലീസും വക്കീലും, കാരണം പോലീസുകാരുടെ അടുത്ത് ശരണ്യ ഇങ്ങനെ രോഹിത്ത് തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ കേസിന് ബലം വെക്കണം എന്ന് പറഞ്ഞ് പോലീസുകാർ തന്നെയാണ് ആ പേരും കൂടെ കൂട്ടിച്ചേർത്തത്, വക്കീൽ ഉൾപ്പെടെ. അപ്പോൾ ഇനിയിപ്പോൾ ആ ശരണ്യ മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസുകാർക്കും വക്കീലിനും ഒക്കെ ബാധിക്കുന്ന കേസ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രഷർ ശരണ്യയ്ക്ക് നേരിടേണ്ടി വരും. അവളുടെ അടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ്
വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പോകും, സത്യസന്ധമായിട്ട് ഒരാളുടെ ജീവിതത്തിന് നമ്മളായിട്ട് ഒരു ഇത് വരരുത്. കാരണം ഒരാളുടെ ഭാവി തെറ്റ് ചെയ്യാത്തൊരു വ്യക്തി ശിക്ഷ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ അവൾക്ക് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതേസമയം നമ്മളും കൂടെ ഇവിടെ നിന്ന് പ്രഷർ ചെലുത്തുകയാണെങ്കിൽ എന്തായാലും അവൾ കോടതിയിലെത്തുമ്പോൾ രോഹിത്തിന് എതിരായിട്ട് രോഹിത്തും ഇതിലുണ്ട് എന്ന് മാത്രമേ പറയുള്ളൂ എന്നുള്ളത് അലീന പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, നമ്മളപ്പോൾ ഒന്നും ചെയ്യേണ്ടെന്നാണോ മോളെ നീ പറയുന്നതെന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധനും പറഞ്ഞു കൊടുത്തു, അലീന പറയുന്നതിലും കാര്യമുണ്ട് ബാലേട്ട. കാരണം ഒന്നാമത്തെ കാര്യം, അലീന ഇവിടെ നിന്ന് ശരണ്യയെ കാണാനായിട്ട് ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ശരണ്യയെ സ്വാധീനിച്ച് മൊഴി മാറ്റി പറയിപ്പിച്ചതാണെന്ന് വന്നാലോ, നമ്മളിതിലൊന്നും ഇടപെടാണ്ട് ശരണ്യയ്ക്ക് മൈൻഡിൽ അതായത് ശരി എന്ന് തോന്നുന്ന കാര്യം, മനസാക്ഷിയിൽ ശരി എന്ന് തോന്നുന്ന കാര്യം മാത്രം പറയുക എന്ന ഒരു പ്രേരണ അലീനയ്ക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ രോഹിത്ത് രക്ഷപ്പെടും. അലീന പറയുന്നതിലും കാര്യമുണ്ട്. അപ്പോൾ ബാലേന്ദ്രന് കുറച്ചൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മുടെ മനുശങ്കർ വന്നപ്പോഴും ഇത് തന്നെയാണ് ബാലേന്ദ്രനോട് പറഞ്ഞത്. പക്ഷേ ഒരു അച്ഛൻ എന്ന രീതിയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ, കാരണം ആ മകൻ്റെ മേലെ വന്ന ആ ഒരു ആരോപണത്തിൻ്റെ പേരിൽ അവരെ കുടുംബം മുഴുവൻ തകർന്നതാണ്. 2 പെൺമക്കളുടെ ഭാവി, 2-3 ഷോപ്പിലാണെങ്കിലും കട അടച്ചിട്ട് ഇപ്പോഴാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഴ്ചകൾ അവരുടെ ജീവിതത്തിൽ ആ കുടുംബത്തിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യം തൻ്റെ മകൻ ചെയ്തിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അച്ഛൻ്റെ ആ സമയത്തെ ഒരു വികാരമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബാലചന്ദ്രനെ മനസ്സിലാക്കുകയാണ്. ഇതേ സമയം നമ്മുടെ കമലയ്ക്കാണെങ്കിൽ ഇരിക്കപ്പുറതിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹരി ജയിലിൽ കിടന്നാലും ശരി രോഹിത്ത് പുറത്തിറങ്ങരുത്. കാര്യമെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ നോക്കും? അതുമാത്രവുമല്ല, വൈജയന്തിയുടെ മുഖത്ത് പിന്നെ നോക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് കമലയുടെ കുന്നായ്മ ചിന്തകൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം മോൻ്റെ കാര്യത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. രോഹിത്ത് ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി, ഇനിയിപ്പോൾ അലീനയുടെ കാല് പിടിക്കേണ്ടി വന്നിരുന്നാലും ശരി, എങ്ങനെയും രോഹിത്തിൻ്റെ പോലെ തന്നെ ഹരിയെയും കൂടെ പതുക്കെ ശരണ്യെ കൊണ്ട് മൊഴി മാറ്റി പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ളത്. പക്ഷേ കമലയ്ക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ല. കാരണം 1-ാം പ്രതി, ഈ ബലാത്സംഗത്തിൻ്റെ 1-ാം പ്രതി തൻ്റെ മകനാണ് ഹരിശങ്കർ. അത് കമല ഓർക്കാനും ശ്രമിക്കാനില്ല. കമല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഒരു പെൺകുട്ടിയെ 1.5 വർഷത്തോളം പ്രേമിച്ച് അവളെ ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു വീട്ടിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത തൻ്റെ മകൻ്റെ കേസ് ഒന്ന് എങ്ങനെ മൊഴി മാറ്റി പറയിപ്പിച്ച് മോനെയും കൂടെ രക്ഷപ്പെടുത്തണം എന്ന് മാത്രമേ അവർ ചിന്തിക്കണുള്ളൂ. അങ്ങനെ ശിവശങ്കരൻ വന്ന സമയത്ത് കമല വീണ്ടും ചെന്ന് പറയണേ, അതേ ശിവേട്ടാ, കണ്ടില്ലേ, അലീനയുടെ എങ്ങനെ കാല് പിടിച്ചിരുന്നാലും ശരി അലീനയെ നമുക്ക് സ്വാധീനിച്ച് ഈ ശരണ്യെ നമ്മുടെ മോനെയും കൂടെ മൊഴി മാറ്റി പറഞ്ഞ് രക്ഷിക്കണം. അല്ലെങ്കിൽ പിന്നെ ആ പ്രോസിക്യൂട്ടർക്ക് കുറച്ച് പണം വാരി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു, എൻ്റെ പൊന്നു കമലെ, നീ ഇങ്ങനെ ബുദ്ധി ഇല്ലാണ്ട് സംസാരിക്കില്ല. കാരണം പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ വക്കീലാണ്. അവരെ ചെന്ന് പൈസ കൊടുത്ത് സ്വാധീനിക്കാൻ ചെയ്യുന്ന ആ നിമിഷം നമ്മളെ പിടിച്ച് ജയിലിലിടും. നീ ഇതൊന്നും അറിയാത്ത മട്ടിൽ സംസാരിക്കില്ലേ. അതുമാത്രമല്ല, ഈ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ ഹരിയെയും കൂടെ ചേർത്ത് മൊഴി മാറ്റി പറയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് മനു കടന്നു വന്നത്. അപ്പോൾ മനുവിനടുത്ത്, അപ്പോൾ രാജീവും ഉണ്ട്, ശിവശങ്കരനും ഉണ്ട്, കമലയുണ്ട്. അപ്പോൾ നമ്മുടെ മനുവിൻ്റെ അടുത്ത് ശിവശങ്കരനും രാജീവും കൂടെ സംസാരിക്കുന്നുണ്ട്. അതെ വേട മനു, നിനക്ക് അലീനയുടെ അടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പറയാൻ പറ്റില്ലേ? നമ്മുടെ ഹരിയെയും കൂടെ എങ്ങനെയെങ്കിലും ശരണ്യയുടെ അടുത്ത് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവനെയും കൂടെ നമുക്ക് രക്ഷിക്കേണ്ടേടാ, നമ്മുടെ കുടുംബത്തിലെ കൊച്ചല്ലേടാ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ മനു പറയും, അതെ അച്ഛൻ എന്താ പറ്റിയത്, അതും അലീനയുടെ അടുത്ത്. ഇനി ബാലചന്ദ്രൻ അങ്കിൾ ചെന്ന് പറഞ്ഞിരുന്നാൽ കൂടി അലീന സമ്മതിക്കില്ല. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ് അലീനയുടെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് ഇനി ആര് ചെന്ന് പറഞ്ഞിരുന്നാലും അവൾ സത്യത്തിന് നിരക്കാത്ത ഒരു കാര്യത്തിനും അവൾ നിൽക്കില്ല എന്നുള്ളത് മനുശങ്കർ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടെ അച്ഛൻ്റെ അടുത്തും കൊച്ചിൻ്റെ അടുത്തും ഞാൻ പറഞ്ഞേക്കാം. പ്രോസിക്യൂട്ടർ എങ്ങാനും നിങ്ങൾ ചെന്ന് കണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നച്ഛ, പിന്നെ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. കാരണം അത് കേസ് ലെവൽ വേറെയാകും. അപ്പോൾ കമല പറഞ്ഞു, നീ അല്ലെങ്കിലും നീ എപ്പോൾ നോക്കിയാലും അവളെ
കാലേ തുമ്പി പിടിച്ച് നടക്കണേണല്ലോ, സ്വന്തം അനുജന് വേണ്ടിയിട്ട് നിനക്ക് പറയാൻ പറ്റില്ല അല്ലേടാ എന്നും പറഞ്ഞ് കമല കുറേ പറയുന്നുണ്ട് കേട്ടോ. കമലയെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് മനു കയറി അങ്ങ് പോവേണ്. അപ്പോഴേക്കും രാജീവ് പറയുന്നുണ്ട്, അതെ കമലയുടെ തീ പറയുന്ന പോലെയൊന്നും അല്ല, നമ്മുടെ മോനൊന്നും അത്ര ഡീസൻറ്റ് കാര്യമാണോ ചെയ്തു വെച്ചേക്കണേ, മറ്റുള്ളവരടുത്ത് പറയാനും അല്ലെങ്കിൽ പ്രോസിക്യൂട്ടറെ പോയി കണ്ട് പറയാനും. അവൻ ചെയ്തേക്കണ തെറ്റ് എന്ത് തെറ്റാ, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുക കമലയേട്ടത്തിയെന്ന് പറഞ്ഞ് രാജീവ് കമലയെ കുറേ ഒച്ചയെടുക്കുകയാണ്. അവസാനം ശിവശങ്കരനാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക തൻ്റെ മകൻ്റെ അവസ്ഥ ഓർത്തിട്ട് ഇത്രയും നല്ല ജോലിയും കളഞ്ഞ് നാട്ടിൽ വന്നിട്ട് പലരെയും പോയി കണ്ട് അവരെ കാല് പിടിക്കുന്ന തുല്യം ലക്ഷ്യങ്ങൾ എത്ര വേണമെങ്കിലും മകന് വേണ്ടിയിട്ട് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു വക്കീലും കറക്റ്റായിട്ട് ആ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. കാരണം പീഡന കേസുമായിട്ടൊക്കെ നമ്മൾ കോടതി ചെന്ന് കഴിഞ്ഞാൽ തോറ്റു തുന്നം പാടും. കാരണം ആ പീഡനത്തിന് ഇരയായ പെൺകുട്ടി മൊഴി മാറ്റി പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും മൊഴി മാറ്റി പറയൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ അവരിയ്ക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ശരണ്യയുടെ വീട്ടിലാണെങ്കിൽ കുറേ ഈ വനിതാ സംഘടനക്കാരൊക്കെ വരെയാണ്. അപ്പോൾ ഈ സംഘടനക്കാരൊക്കെ വന്ന സമയത്ത് നമ്മുടെ ശരണ്യയുടെ അച്ഛൻ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, എന്ത് പണിയാണ് നിങ്ങളുടെ മോള് കാണിച്ചത്, ഇനിയിപ്പോൾ ആ മൊഴി മാറ്റി പറഞ്ഞ കോടതി ഇവൾ പറയണത് പോലും വകവയ്ക്കില്ല. കാരണം ആദ്യം 4 പേരുണ്ടെന്ന് പറഞ്ഞു, പിന്നെ 3 പേരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അവൾ പറയണത് രോഹിത് തെറ്റ് ചെയ്തില്ല. അത് നമുക്കറിയാലോ, സംഘടനക്കാർ പറഞ്ഞു, വനിതാ സംഘടനക്കാർ. അതുകൊണ്ട് ഇനിയിപ്പോൾ മൊഴി മാറ്റാനും തിരുത്താനൊന്നും നിങ്ങൾ നിൽക്കേണ്ട. അത് മാത്രവുമല്ല, ഇനിയിപ്പോൾ ശരണ്യ മൊഴി മാറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കണത് ആ പോലീസുകാർക്കും വക്കീലിനുമാണ്. അവർ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ 4 പേരും ചേർന്നാലേ ഈ കേസിനൊരു ബലം വരുള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ഇനി മറിച്ച് ചിന്തിക്കേണ്ട. അവർക്ക് നമ്മൾ ഇങ്ങനെ 4 പേരും ഇതിലുണ്ട് എന്നുള്ളത് കോടതി പറഞ്ഞാൽ മതി എന്നുള്ളത് പറഞ്ഞ് അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് ഈ സംഘടനക്കാർ, വനിതാ സംഘടനക്കാരെല്ലാവരും കൂടെ ശരണ്യയെ പോയി കണ്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നീ മൊഴി മാറ്റരുത്, നീ പറഞ്ഞു തന്നതുപോലെ തന്നെ പറയണം. അപ്പോഴും ശരണ്യ പറയുന്നുണ്ട്, പക്ഷേ രോഹിത് എന്ന് പറഞ്ഞ ആൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, നീ അതൊന്നും തിരുത്താനും അതിൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കാനൊന്നും നിൽക്കണ്ട. 4 പേരും എന്നെ ബലാത്സംഗം ചെയ്തു എന്നങ്ങ് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ശരണ്യയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോഴാണ് ശരണ്യയുടെ അമ്മ വന്നത്. നിനക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടി, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ വക കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന്, പിന്നെ നീ എന്തിനു വേണ്ടിയിട്ടാണ് അലീനയോട് പറഞ്ഞതെന്നും പറഞ്ഞ് ശരണ്യയുടെ അമ്മയും കുറേ അങ്ങോട്ട് വഴക്കുറയാണ്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ശരണ്യ ഒരു നിമിഷം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയം ശരണ്യയുടെ മനസ്സിൽ അലീന പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിച്ചത്. അതായത് താൻ കാരണം ഒരു തെറ്റ് ചെയ്യാത്ത ഒരു നിരപരാധി ഒരിക്കലും ശിക്ഷ അനുഭവിക്കേണ്ടി വരരുത് എന്നുള്ള വാക്കുകളാണ് ശരണ്യയുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് ഒരു ഇൻട്രോ പോലെ വരുന്നത്. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സീനൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് കഴിഞ്ഞു എങ്കിൽ ഒരു കുഞ്ഞ് ലൈക്കും ഒരു ഹൈപ്പും കൊടുക്കാൻ മറന്നുകൊണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറയുന്നു. ടാറ്റാ, ബൈ ബൈ.